2016 ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ടൊരു ചാനൽ 1 മണിക്കൂർ എനിക്കെതിരെ ചർച്ച നടത്തി. അത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ എന്നെ വിളിച്ചു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ നിങ്ങൾ വലിയ ഓഫറുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, വീണ, ഞങ്ങളുടെ ചാനലിൻ്റെ നയമാണ്, അതുകൊണ്ട് ഞാനിതിൽ നിസ്സഹായനാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ചാനലിൻ്റെ എഡിറ്ററോടാണ് ചോദിച്ചത്. അപ്പോൾ അതോടൊപ്പം പലപ്പോഴും ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയിൽ കൂടി ഇപ്പോൾ ഭൂരിപക്ഷ ചർച്ചകളിലും സത്യത്തിനൊരു വിലയില്ലാത്തത്, ഇടമില്ലാത്തതുപോലെ തോന്നും. നിരന്തരമായി ഒരു പക്ഷേ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 1-2 അനുഭവം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞാൻ എല്ലാ താലൂക്ക് ആശുപത്രികളിലും സന്ദർശിച്ചു. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി സന്ദർശിച്ചു. അതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മുടെ മുന്നിൽ വരുന്ന സ്ക്രീനിൽ ഈ ആശുപത്രിയുടെ പണം കണ്ടിട്ട് പറയുകയാണ്. ആ ചിത്രം അവിടെ വെച്ചിട്ട് പറയും, ഇവിടെ ഇങ്ങനെയാണ്, അവിടെയാണ്, എല്ലാം നല്ലതാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട് ചെന്ന് കാണുമ്പോഴാണ് ഇന്ന പ്രശ്നമുണ്ടില്ല, അല്ലെ ആളുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ചെറിയൊരു പാസേജിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെ മറ്റൊരു വിഷയമായിരിക്കും. ജനങ്ങൾക്ക് നേരിട്ട് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോ. ആരോഗ്യ പ്രവർത്തകർക്കും അവർക്ക് ജോലി ചെയ്യാനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ മുഴുവൻ താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രി സന്ദർശിച്ചപ്പോൾ സുൽത്താൻ ബത്തേരി വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വടക്കുന്നാണ് ഇങ്ങോട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഏതോ ഒരു വാർഡിൽ പോയി സന്ദർശനം നടത്തുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു പരാതി ആവാം. ഞാൻ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ കേട്ട ഒരു ചിത്രമല്ല നിങ്ങൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ വന്ന് നിന്നപ്പോൾ ഞാൻ കണ്ടത്. നിങ്ങൾ ഈ വാർഡിലൂടെ പോകുമ്പോഴും ഈ ആശുപത്രി സന്ദർശിക്കുമ്പോഴും നിങ്ങളുടെ ഈ പ്രവർത്തനവും രീതിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ മാധ്യമങ്ങൾ പറയുന്നതൊന്നും അല്ല ശരി എന്നെനിക്ക് മനസ്സിലായി. അത് ശരിക്കും അന്ന് ഈ ലോക്കൽ ചാനലുകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഏതോ ലോക്കൽ ചാനലുകൾ ഇത് പകർത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഇതുപോലെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പിറവത്ത് നിന്ന് ആ മീറ്റിംഗ് പങ്കെടുത്തൊരു കൂട്ടായ്മയാണ്. ഒരു പ്രീ ഡിഗ്രി കാലത്തെ 86-88 കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയിൽ അവിടെ പഠിച്ചൊരാളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ എന്നോട് ഇതേ വാചകമെന്ന് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ്, നിങ്ങൾക്ക് ഭയങ്കര ധാർഷ്ട്യമുണ്ട്, നിങ്ങൾ കണ്ടാൽ ചിരിക്കില്ല, നിങ്ങൾ വർത്താനം പറയില്ല, നിങ്ങൾ ഭയങ്കര ധിക്കാരിയാണ് എന്നൊക്കെ ഉള്ളൊരു ചിത്രമാണല്ലോ. പക്ഷെ ഇതൊന്നുമല്ല നിങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഞാൻ 50 ഗ്രൂപ്പിൽ അംഗമാണ്, ഞാൻ 50 ഗ്രൂപ്പിലും ഇന്ന് ഇടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സത്യത്തെ മനഃപൂർവ്വം മൂടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സത്യസന്ധമായിട്ടുണ്ടാകുന്ന ഒരു ഇമോഷനാണത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതൊരു ജെനുവിൻ എക്സ്പ്രഷൻ. പക്ഷേ മിനിസ്റ്റർക്ക് എല്ലാ ഇമോഷൻസും പാടില്ല. കാരണം മിനിസ്റ്റർ കരഞ്ഞപ്പോൾ അത് ട്രോളായി മാറുകയാണ്. അതായത് അങ്ങനെ കരയേണ്ട സാഹചര്യം മിനിസ്റ്റർക്കില്ല. ഇല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പല രീതിയിൽ വരികയാണ്. അതിനെ കാണാൻ ഒരു സാധാരണ വ്യക്തിയുടെ മനസ്സലിവായിട്ട് അതിനെ കാണാതെ അത് മിനിസ്റ്റർ ഈ പദവിയിലിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി മോഡിൽ കാണാനായിരിക്കും ശ്രമിക്കുക. അത്തരം ഒരു കോൺഷ്യസ്നെസ്സും മിനിസ്റ്റർക്കും ഉണ്ടാവും. പക്ഷെ അവിടെ ആ സീനിൽ ചിലപ്പോൾ നമുക്ക് പറ്റായിക വരും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കരയേണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു? ഒരിക്കലുമില്ല. അതായത് നമ്മളൊരു വ്യക്തിയല്ലേ, മന്ത്രിയാകാം, ജനപ്രതിനിധിയാകാം, നമ്മൾ സാധാരണ വ്യക്തിയല്ലേ, എല്ലാ വിചാരങ്ങളുമുള്ള സാധാരണ വ്യക്തിയാണ് ഞാൻ. മരണങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ആ നിമിഷത്തിൽ അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ വളരെ ജെനുവിനായിട്ടുള്ള എൻ്റെ വികാരമാണത്. അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് അതിന് ഒരു സ്ഥാനവും അതിന് തടസ്സമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ സ്റ്റാൻഡാണ് നല്ലതും.